പേപ്പറിൽ ചെയ്യുകയാണ്. നമ്മൾ ആദ്യം തന്നെ ഒരു സ്ക്വയർ ഷേപ്പിൽ പേപ്പർ എടുത്തിട്ട് നമ്മളത് ട്രയാങ്കിളാക്കി മടക്കി കൊടുക്കും. പിന്നെ നമ്മൾ ആ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്നും കൂടി ട്രയാങ്കിളാക്കി മടക്കി കൊടുക്കണം. നോട്ട് പോയിന്റ് നമ്മൾ ആദ്യം തന്നെ ആ കൂട്ടി വെക്കണം. ആ പോയിന്റ് ഒരിക്കലും തെറ്റാൻ പാടില്ല. അത് നല്ല കൂട്ടാൻ അതിന് പെർഫെക്ഷൻ കിട്ടുന്നത്. നമ്മളങ്ങോട്ട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഈ കാണിച്ചതുപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കുക. ഒരിക്കലും ആ പോയിന്റ് തെറ്റാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെ തിരിച്ചിട്ട് അത് തെറ്റാണ്ട് ചെയ്യുക. കറക്റ്റ് അളവിലായിരിക്കണം ചെയ്യുന്നത്. നമ്മൾ അതിൻ്റെ 2 പോയിന്റ് സ്ഥലങ്ങൾ നടുക്കി വെച്ചാൽ വെട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പോയിൻ്റായിട്ട് കിട്ടും. നമുക്കത് നല്ല ഫിനിഷിംഗ് ആയിട്ട് വെട്ടിക്കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സ്നോവിൻ്റെ പടം വരയ്ക്കാൻ വേണ്ടി എനിക്ക് പിൻട്രസ്റ്റ് നോക്കി വരയ്ക്കാൻ വേണ്ടി നമുക്ക് പിന്നെ അത് ഞാൻ എനിക്കിഷ്ടപ്പെട്ടൊരു ഷേപ്പ് എടുത്ത് ഞാൻ വരച്ചു. ഇതാണ് എനിക്ക് ഇച്ചിരി നല്ലത് തോന്നുന്നത്. ഞാൻ നേരെ ഇത് എടുത്ത് വരച്ചിട്ട് ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്തിട്ട് നല്ലവണ്ണം സൂക്ഷിച്ച് വേണം തുറക്കാൻ. വെച്ചാൽ സൂക്ഷിച്ച് തുടങ്ങണമെങ്കിൽ തിന്ന സ്ഥലങ്ങളായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ സാവധാനത്തിൽ തുറക്കാമെങ്കിൽ ഇത് സ്പീഡിൽ തുറക്കാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ ഞെക്കി ജസ്റ്റ് അങ്ങനെ തുറന്നാൽ എനിക്ക് സ്പീഡിൽ തുറക്കാൻ പാടില്ല. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പ് വെക്കുക. എന്നിട്ട് ഇത് ഞാനാണെങ്കിൽ എനിക്ക് തൂക്കിയിടാം, ഒട്ടിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം തൂക്കിയിടാനാണ് എടുത്തിട്ട് അറ്റത്ത് സെലോ ടേപ്പ് ഒട്ടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ആ സ്പൂണിൻ്റെ ആ കൂർത്ത സ്ഥലത്തായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഞാൻ എൻ്റെ റൂമിൽ ഒട്ടിച്ചേക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ വീട്ടിൽ ആ ഡോറിൻ്റെ അവിടെ ആയിട്ട് ഒട്ടിച്ച്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ടാറ്റ, ബൈ ബൈ.